നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം മിഥുൻ മണ്ണിൽ. വെൽക്കം ടു മൈ ചാനൽ ഗൈസ്. അപ്പോൾ ഇന്നലെയായിരുന്നു ഓണപരിപാടിയൊക്കെ നമ്മൾ ആഘോഷമാക്കിയിട്ടുണ്ട്. ഇന്ന് രാവിലെ നീണ്ടകര പോകാൻ വേണ്ടി സുന്ദരനും കാർത്തികും ബിച്ചുവും വന്നിട്ടുണ്ട്. അപ്പം അവരെ കൂടെ നീണ്ടകരയിലോട്ട് പോകാനുള്ള പരിപാടിയാണ്. ഇല്ല ഒരിക്കലും ഞാൻ അങ്ങനെ ആൾക്കാരെ കാണിക്കില്ല. പക്ഷെ എന്റെ ലക്ഷ്യം ചീത്ത വിളിക്കാൻ പറ്റുമോ? അല്ലെ, നിനക്ക് ധൈര്യമായിട്ട് വിളിക്കാം. കാരണം ഞാൻ 1 മില്യൺ അടിച്ചതിന് ശേഷം നിന്റെ ഫാമിലിയൊക്കെ ഇത് കാണും. അപ്പൊ എന്നെ കുഴപ്പമില്ല. ഞാൻ 1 മില്യൺ ചിലപ്പോ ആ വീഡിയോയിലായിരിക്കും 1 മില്യൺ അടിക്കുന്നത്. അതും പറയാൻ പറ്റൂല. വീട്ടുകാർ വേണേ പ്രൊമോട്ട് ചെയ്യാനുണ്ടോ? നമ്മൾ ഈ വീഡിയോ ഇട്ടിട്ട് മറ്റേ പൂളി പോയി കുളിച്ചിട്ട് വരുന്ന വീഡിയോ എടുക്കുമ്പോഴത്തേക്ക് വൈറലാവും. തിരിച്ചു വരുമ്പോ പൂളിറങ്ങിയാലോ? ഇന്നില്ലല്ലോ, നാളെ ചൊവ്വാഴ്ച വരെ ഉള്ളു. ഇതിപ്പോ എങ്ങനെയാണ് നമ്മള് ലേലം വിളിയാണോ അതോ നീ അവിടെ വിളിച്ചു പറഞ്ഞു എക്സ്പോർട്ടിങ് കമ്പനിയാണ്. അപ്പം ഇവിടെ ഉള്ള കണവയും പിന്നെ കൊഞ്ച്, ആവൂര്, വലിയ ആവൂര്, ഇത് കൊല്ലത്ത് അവിടെ നമ്മൾ എന്നാലും അവര് കൂട്ടിയിട്ട് വെച്ചേക്കുന്നതാണ്. പുള്ളി ഇവിടുന്ന് എറണാകുളത്ത് കമ്പനിയിലോട്ട് കൊണ്ടുവന്നേ. പോയിട്ട് അവിടുന്ന് സിംഗപ്പൂർ, ചൈന അവിടെ എക്സ്പോർട്ട് ചെയ്യുന്നത്, പ്രോസസ്സ് ചെയ്ത് എന്നുവെച്ചാൽ ക്ലീൻ ചെയ്ത് എക്സ്പോർട്ട് ചെയ്യുന്നത്. അതാ നമുക്ക് ഈ കൊല്ലത്ത് ഹാർബറിൽ പോയി കഴിഞ്ഞാൽ വലിയ കണവ മേടിക്കാൻ കിട്ടത്തില്ല. എക്സ്പോർട്ടിങ്ങിന് വേണ്ടി ലേലം വിളിച്ചിട്ടേക്കുമെന്ന് പറയും. പുള്ളിയുടെ ഒരുവിധപ്പെട്ട ഒരു സ്ഥലങ്ങളിലും കിട്ടൂല. കേരളത്തിൽ നമ്മുടെ ഇവിടെ തമിഴ്നാട് മീൻ വരുന്നെന്ന് പറയുന്നത്. ഇടയ്ക്ക് ഇങ്ങനെ തമിഴ്നാടല്ല, കർണാടക അല്ല, ഞാൻ ഇതിലൂടെ രാത്രി എന്ന് വെച്ചാൽ ഇപ്പൊ രാത്രി ട്രിവാൻഡ്രം എയർപോർട്ടിലൊക്കെ പോയിട്ട് വരുമ്പോ കാണാം ഇല്ല ഇവിടെ ആന്ധ്ര വണ്ടിയൊക്കെ മീൻ വണ്ടി കർണാടക വണ്ടിയൊക്കെ പോണ ഇഷ്ടം പോലെ ഇവിടെ അൺലോഡ് ചെയ്തിട്ട് പോകുന്നത്. എടാ ഞാൻ കേരള ചന്തക്കകത്തെ ഞാനും കണ്ട രാവിലെ ഒരു വണ്ടി ഇറങ്ങി പോണണ്ടല്ലേ. ഇവന്റെ അൺഹെൽത്തി ആയിട്ടുള്ള ഫുഡാണെന്നേ മെയിൻ. അതാ ആളെ ഞാൻ ഇന്നലെ എന്തായാലും ബിരിയാണി അവൻ സക്കീർ സപ്ലൈ ചെയ്യുന്നോണ്ടേ ഞാനൊരു ശകലം കഴിച്ചു. അല്ല, ഞാനൊരു ശകലം കഴിച്ചു. പക്ഷെ ഇവരുണ്ടല്ലോ 3 തവണ മേടിച്ചല്ലേ. പറയത്തില്ലേ പിള്ള കേടില്ലെന്ന്, അതേണക്കാ 3 തവണ മേടിച്ചല്ല. ഇവൻ 3 തവണ മേടിച്ചെന്നേ. ഒരു ഇച്ചിരി ചോറ് പാത്രത്തിൽ തിന്നേനാണോ ഈ ഒരു തവണ കൂടെ ആക്കിയത്? ചോറ് ആദ്യം ഞാൻ അധികം മേടിക്കാൻ ഞാനവന് ഒരുമിച്ചോണ്ടിരുന്നേ. നമ്മള് കഴിച്ച് നമുക്ക് ശേഷം വന്നവര് കഴിച്ച് അതിന് ശേഷം വന്നവര് കഴിച്ചു. അതിൽ ഞാൻ ഖേദിക്കുന്നു. പുതിയ വാക്ക് എങ്ങനെയുണ്ട്? ഞാൻ ലൈബ്രറി പോകാൻ തീരുമാനിച്ചേട്ടാ. എന്റെ വാക്കുകൾക്ക് ഒരു സ്ഫുടത, പുതിയ വാക്കുകൾ കണ്ടുപിടിക്കാൻ ചെയ്യാം. സ്ഫുടത വരല്ലേ? പുതിയ വാക്കുകളില്ലേ സ്ഫുടത? അറിയാല്ലേ? അറിയാമായിരുന്നു അല്ലേ ആ സ്ഫുടത? ഇപ്പഴാ പഠിച്ച, ഞങ്ങളൊന്നും പഠിച്ചിട്ടില്ല. ശരി ഗൈസ്, നമ്മള് നീണ്ടകര പോയിട്ട് വരാൻ. ടാറ്റ. ഹാർബറിൽ വന്നിട്ടുണ്ട് ഗൈസ്. രാവിലെയൊക്കെ ഭയങ്കര തിരക്കാണ്, ഒരുപാട് വണ്ടികൾ കിടപ്പുണ്ട്. മീൻ എങ്ങനെയാണെന്ന് അറിയത്തില്ല, പുള്ളി പറഞ്ഞു വെച്ചിരിക്കുന്നതാണ് മീനെ. അപ്പോൾ പിന്നെ നമുക്ക് പോയി ഇങ്ങനെ മേടിച്ചിട്ട് വന്നാൽ മതി. വലിയ ടാസ്ക് ഇല്ലാത്ത പരിപാടിയാണ്. ബക്കറ്റ് എടുത്താ ഗൈസ്. കൊഞ്ച് ചാകരയാണെന്ന് തോന്നുന്നു, ചെമ്മീൻ ചാകരയാണെന്ന് തോന്നുന്നു. രാവിലെ നമുക്ക് 10 കണക്കിന് കൊഞ്ച്, 10 കണക്കിന്. നീ വന്നോണ്ടിരിക്കുകയാണ് കാർത്തികേ. അല്ല, നീ വന്നോണ്ടിരിക്കുകയാണ്. നീ രാവിലെ വന്നോണ്ടിരിക്കുകയാണ്. എൻ്റെ അമ്മേ, ഞാൻ ഛർദ്ദിക്കുമെന്നാണ് തോന്നുന്നത് കൈസ്. വേറൊന്നും കൊണ്ടല്ല, ഇവിടെ ഇപ്പം മീൻ വന്നതേ ഉള്ളൂ, അതിൻ്റെയാണ്. ഇത് കണ്ട വലിയ കൊഞ്ചല്ലേ? ഇത് വലിയ കൊഞ്ചല്ലേ? ഇതെല്ലാം ലേലം വിളിച്ചിട്ടേക്കെ ആയിരിക്കുമല്ലേ? കൊട്ട കണക്കാണ്. ഈ വെള്ളത്തിൽ മൊത്തം കണവായിരുന്നു. മേലുകൂടെ ആടാം. നമുക്കങ്ങ് ഇറങ്ങാം ഇതുവഴി. വന്ന വഴി തന്നെ തിരിച്ചു പോകണമെന്നുണ്ട്. കൊഞ്ചും കണവയും മാത്രമേ കഴിച്ചു. എനിക്ക് എന്തായാലും ഇത് കണ്ടിട്ട് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട്. വലിയ കണവാണ്, വലിയ കണവാണ്.
എന്തായാലും ഞങ്ങൾ മീൻ മേടിക്കുന്ന സ്ഥലത്തേക്ക് പോയിട്ടുണ്ട്. ഇവിടെ ഇത്രയും കാണിക്കാൻ പറ്റുള്ളേ. ഗൈസ് ഞങ്ങളിവിടെ നീരാളി മേടിക്കാൻ പോവുകയാണ്. ഞാൻ ചുമ്മാ പറഞ്ഞാണെന്നേ, ഇവരങ്ങ് സീരിയസ് ആയിട്ട് എടുത്ത് എനിക്ക് നീരാളി തരാമെന്ന് പറഞ്ഞു. നീരാളി നമ്മളവിടെ അറിയാൻ ഇന്നെന്തിരി പിന്നുള്ള സാധനമല്ലേ നിങ്ങൾ ഞാൻ പറയുള്ളൂ. ബാക്കിയുള്ള എല്ലാം എന്നും കിട്ടണല്ലേ, നീരാളി ഒന്നും കിട്ടൂലല്ലേ. അയച്ചാ പോരെ നമ്പർ നമ്പർ പറഞ്ഞു. അല്ല ഞാനങ്ങനല്ല, ഞാൻ അവന്റെ സുഹൃത്താണ്. ഇതല്ലേ 500 രാവിലെ നീണ്ടകരയിലെ കറക്കമൊക്കെ കഴിഞ്ഞിട്ട് ഒരു ലോഡ് മീനുമായിട്ട് ഞാൻ വന്നിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാമേ. പക്ഷെ അത് തന്നെയാണ്, ഈ ഒക്ടോപ്പസ് തന്നെയാണ്, നീരാളി തന്നെയാണ് മേടിച്ചത്. അത് ഐസാണല്ലോ. ഇതാണ് ഗൈസ് നമ്മളിന്ന് നീണ്ടകര പോയി മേടിച്ചുകൊണ്ട് വന്ന നീരാളി ഒക്ടോപ്പസ്. ഇതിനെ കട്ട് ചെയ്ത് ഫ്രൈ ചെയ്തിട്ട് ഞാൻ ഉച്ചയ്ക്ക് അതിൻ്റെ വീഡിയോ ആയിട്ട് വരാം. അപ്പം നീരാളി ഫ്രൈ ചെയ്യാൻ പോയിട്ട് 2 ദിവസമായി ഗൈസ്. സമയം കിട്ടിയില്ല, കുറച്ച് തിരക്കായിപ്പോയി. അപ്പോൾ എന്തായാലും ഇന്ന് ഫ്രൈയുടെ പരിപാടി അങ്ങ് മാറ്റാമെന്ന് വിചാരിച്ചു. ഇന്ന് സമയം കിട്ടിയപ്പോൾ ഫ്രൈയുടെ പരിപാടി മാറ്റിയിട്ട് നമുക്കൊരു സലാഡ് ഉണ്ടാക്കാം. നീരാളി വെച്ച് സലാഡ് ഉണ്ടാക്കാനായിട്ട് ഞാൻ കുറച്ച് സാധനങ്ങൾ ഇവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. മഷ്റൂമുണ്ട്, നീരാളിയുണ്ട്, കുറച്ച് ക്യാപ്സിക്കം, ബീൻസ് ഞാൻ ബോയിൽ ചെയ്ത് വെച്ചേക്കുന്നതാണ്, ചോപ്പ്ഡ് ഗാർലിക് ഉണ്ട്, ഈ മല്ലിയിലയുണ്ട്. ഈ ബട്ടർ ഒന്ന് ചൂടായി വരുമ്പോഴേ പെട്ടെന്ന് നമുക്ക് മഷ്റൂം ഒന്ന് ഇട്ട് കൊടുത്ത് മഷ്റൂം ഇതിനകത്ത് കോട്ട് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ മഷ്റൂം ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഒക്ടോപ്പസാണ് ആഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഓൾറെഡി ബോയിൽ ചെയ്ത് വെച്ചേക്കുന്നതാണ്. ഇതും കൂടെ അങ്ങ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ആഹാ, എന്ത് മണമാണല്ലേ. ഞാൻ ഇതിൻ്റെ ഒരു സംഭവമാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. ബാക്കി ഗാർലിക്കാണേ, നല്ലോണം ഫൈൻ ചോപ്പ് ചെയ്ത് വെച്ചിരുന്ന സാധനമാണ്. ഒരു ഉപയോഗം ഉണ്ടായിട്ടാ, വീട്ടിലെ ഇത്ര നാൾ ഉപയോഗിക്കാത്ത പാത്രമൊക്കെ ഞാൻ എടുത്ത് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട്. അമ്മയ്ക്ക് ഇന്ന് വരെ ഒന്നും ഉപയോഗമില്ലായിരുന്നു. എനിക്ക് തോന്നുന്നത് ഏകദേശം 20 വർഷത്തിന് മുകളിലുള്ള പാത്രമൊക്കെ എടുത്ത് ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. കുറച്ച് ക്യാപ്സിക്കം, നമുക്ക് ബീൻസ് ഇട്ട് കൊടുക്കാം. ബീൻസ്
കുറച്ച് മല്ലിയില, കുറച്ച്, വളരെ കുറച്ച് മല്ലിയില. ഒരുപാട് കഴിച്ചൊന്നും പറയാൻ മരിച്ചൊന്നും പോകില്ല. ആവശ്യമുള്ള രീതിക്ക് കിട്ടി കഴിച്ചോണം. ഇതൊന്നും കണ്ട ആരും അനുകരിക്കാനും നിൽക്കണ്ടേ. കഴിച്ചിട്ട് അഭിപ്രായം പറഞ്ഞുതരാം. മൈ ഓൺ റെസിപ്പിയാണ് ഗൈസ്. ഇതിന് നമുക്കൊരു പേരിടണമല്ലോ. ഇതിന് ഓക്ടോലിക് മഷ്റൂം സലാഡ്. ഓക്ടോലിക് മഷ്റൂം സലാഡ്. ഞാൻ ഇന്ന് മുതൽ ഇതിൻ്റെ പേര് അങ്ങനെയാണ്. എന്താ ഭംഗി. കുറച്ച് പീനട്ടാണേ. തൊലി കളഞ്ഞ് വെച്ചിരുന്നതാണ്. 1-2 അത് തൊലിയൊക്കെ ഉണ്ട്. അതൊന്നും കുഴപ്പമില്ല, നമുക്ക് കഴിക്കാൻ തന്നെ. വേറെ അപ്പോൾ നമ്മുടെ സലാഡ് ഏകദേശം ശരിയായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് മസാലാസ് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുമ്പേ സോയാ സോസ്, സോയാ സോസൊന്നും അങ്ങനെ ഒരുപാട് ഒന്നും വേണ്ട. പിന്നെ ഒരു ഭംഗിക്ക് നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്നത് പരലുപ്പാണ്, കല്ലുപ്പാണ്. അപ്പം ഇത് ഞാൻ പൊടിച്ചു. കല്ലുപ്പ് ഇതിലിട്ട് പൊടിച്ചിട്ട് അല്ലെങ്കിൽ കുറച്ച് പെപ്പറും കൂടെ ഇട്ടിട്ട് എടുത്തൊരു പരിപാടിയാണ്. എനിക്ക് ഈ പൊടിയുപ്പ് ഉപയോഗിക്കേണ്ട താല്പര്യം, പക്ഷെ അമ്മ സമ്മതിക്കില്ല. അമ്മ പറയുന്നത് പൊടിയുപ്പ് പ്രശ്നമാണ്, പൊടിയുപ്പ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്തൊക്കെ മാരക അസുഖങ്ങൾ വരാമെന്നാണ്. ഞാൻ ഈ ലോകത്തെല്ലാം കഴിയും. ഒന്നുകൂടെ ചെയ്യാം. 1 eternity later. നമുക്ക് അടച്ചു വയ്ക്കാം. ബൂം ശകലകല. നമ്മുടെ ഓക്ടാലിക് മഷ്റൂം സലാഡ് ഇവിടെ റെഡി ആയിരിക്കുന്നത്. നമുക്കിതിലേക്ക് കുറച്ച് ഹണി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാമേ. മ്യൂസിക് എന്തിനാ പേടിക്കണേ? മതി ഗൈസ്, ഹണി മതി. ഒരുപാടായാലും അമൃതും വിഷം തന്നെ. സോറി, അധികമായാൽ അമൃതും വിഷം എന്നല്ലേ ഉണ്ണിയേ. അപ്പോൾ നമുക്കൊരു വെള്ള പ്ലേറ്റ് എടുക്കാം. വെള്ള പ്ലേറ്റ് എടുത്ത് ഇങ്ങോട്ട് വയ്ക്കുക. ഇത് ഞാൻ നല്ല രീതിക്ക് തുടച്ച് വെച്ചിരിക്കുന്ന പ്ലേറ്റാണ് കേട്ടോ. അതിലേക്ക് നമുക്ക് സെർവ് ചെയ്യാം. കുറച്ച് മല്ലിയിലിട്ടാലോ ഗൈസ്, മാജിക്. ഇപ്പം ഞാനത് എന്തായാലും ഇത് ഞാൻ ഉണ്ടാക്കിയ, ഞാൻ കണ്ടുപിടിച്ചൊരു സാധനമുണ്ട്. ടേസ്റ്റ് ഞാൻ തന്നെ നോക്കാം. ഇത് സംഭവം ഇത് ഇതിപ്പോൾ ആർക്ക് കൊടുത്ത അഭിപ്രായം ചോദിക്കും ഗൈസ്, ആരുമില്ല. കാർത്തിക് ഒന്നും ഈ ലൊക്കാലിറ്റിയിലല്ല, വെച്ച് വേറെ എവിടെയൊക്കെ പോയെന്നാണ് പറയുന്നത്. പക്ഷെ ഇതൊരു വേറെ ലെവൽ അടിപൊളി സാധനമാണ് കേട്ടോ. സൂപ്പറാണ്, എന്നെ ഇഷ്ടപ്പെട്ടു. ഞാൻ എന്തായാലും വീഡിയോ ഇവിടെ സെൻഡ് ചെയ്യണം. ഞാൻ അവർക്ക് കുറച്ച് കൊണ്ട് കൊടുത്തിട്ടേ വൈകിട്ട്. അതിൻ്റെ അഭിപ്രായം ഞാൻ വേറെ വീഡിയോയിൽ അല്ലെങ്കിൽ ഷോർട്സ് ആയിട്ടൊക്കെ ഇടാം. ഇത് പക്ഷേ അടിപൊളി സാധനമാണ്.
നിങ്ങളിത് കാണുന്നവരുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്ത് നോക്കണം, അങ്ങനെ കഴിച്ച് നോക്കണം കേട്ടോ. വലിയ പരിപാടിയൊന്നുമില്ലല്ലോ, ഇതെല്ലാം കൂടെ ഇട്ട് മിക്സ് ചെയ്യുന്നു കഴിക്കുന്നു, അത്രേ ഉള്ളൂ. അപ്പോൾ ഗായ്സ് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും